അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖൈറ ഖൽഖില്ലാഹ്. വന്യരായ നേതാക്കളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ പശ്ചാത്തലത്തിൽ തങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളും മനനങ്ങളും പ്രഭാഷണങ്ങളും അവിടുത്തെ മൗലിദ് മദ്ഹ് ആലാപനങ്ങളും ആവേശപൂർവ്വം മുസ്ലിം ലോകം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിനം സന്തോഷം പ്രകടമാകുന്ന ഈ അവസരത്തിൽ തങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് അവിടുത്തെ പ്രവാചകത്വത്തെ കുറിച്ച്, അത് തന്നെയും ഭൗതികമായ പ്രവാചകത്വം മനസ്സിലാക്കാനുള്ള വഴികൾ എന്താണെന്നതിനെ കുറിച്ചുള്ള ലളിതമായ ചില വിശദീകരണങ്ങളാണ് ഈ വേദിയിൽ ആഗ്രഹിക്കുന്നത്. യജമാനനായ റബ്ബ് തആല അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചരിത്ര പുരുഷനാണെന്നതിൽ ആർക്കും ഒരു തർക്കമില്ല. എന്നാൽ തങ്ങളുടെ നേതാക്കളാണെന്ന് അവകാശവാദത്തോടെ ചില പ്രസ്ഥാനങ്ങൾ പരിചയപ്പെടുത്തുന്ന ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നിട്ടുണ്ടോ എന്നതിൽ വിമർശകരെ പോലെ അനുയായി വൃന്ദത്തിനും സംശയമുള്ളപ്പോഴാണ് തിരുനബിയുടെ ജീവിതം ഒരു ചരിത്രരേഖയായി രേഖപ്പെട്ട് കിടക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. എന്തുകൊണ്ട്? അവർ ജീവിച്ചു എന്നതിന് അനുയായികൾ നിർമ്മിച്ച കഥകളിലും കാവ്യങ്ങളിലുമുള്ള പരാമർശങ്ങളില്ലാതെ ചൂണ്ടിക്കാണിക്കാവുന്ന ചരിത്രരേഖയായി ഒന്നും അവശേഷിക്കുന്നില്ല എന്നതാണ് കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് മാതൃകാ പുരുഷനാണ്. സമൂഹത്തിൽ ജീവിച്ചു, സമൂഹത്തെ സമുദ്ധരിക്കാൻ ശ്രമിച്ചു, അതിൽ പൂർണ്ണ വിജയം കൈവരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെ മാത്രം അംഗീകരിച്ചുകൊണ്ട് 6ാം നൂറ്റാണ്ടിൽ അന്നത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന സാംസ്കാരിക ശൂന്യതയിൽ സമുദ്ധരിക്കാമെന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ലക്ഷ്യം പ്രാപിക്കാൻ തിരുനബിക്ക് കഴിഞ്ഞില്ല. അഥവാ പ്രയത്നത്തിന്റെ ഫലം ലഭിച്ചു എന്നതിനപ്പുറം മറ്റൊരു ശക്തിയുടെ, അതായത് അള്ളാഹുവിനെ തന്നെയും അംഗീകരിക്കാത്ത ചിലരുണ്ട്. അവരുടെ ചിന്താധാര ശരിയാണെന്നോ ബുദ്ധിപരമാണെന്നോ നമുക്ക് അഭിപ്രായമില്ല. കാരണം അവന്റെ സഹായമില്ലാതെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല എന്ന് തീർച്ചയാണ്. പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് ജീവിക്കുകയും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എന്ന് അവർ സമ്മതിക്കുന്നു എന്നതാണ്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് ജീവിച്ചിരുന്നു, കേവലം കെട്ടുകഥയല്ല എന്ന് ഇതിന് തന്നെ മതിയായ ഉറപ്പ് നൽകുന്നുണ്ട്. അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മളിപ്പോൾ കേട്ടത്. നബി തങ്ങൾ ജീവിച്ചിരുന്നത് യാഥാർത്ഥ്യമാണെന്നും ബോധ്യമാകുന്ന മുറയ്ക്ക് അവിടുത്തെ പ്രവാചകത്തെ അറിയാൻ കൂടി നമുക്ക് ശ്രമിക്കാം. അതുകൊണ്ട് അറിയേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്തിന് കൃത്യമായ രേഖകളായി ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നമ്മുടെ മുമ്പിലുണ്ട്. വിശുദ്ധ ഖുർആനിൽ സംശയങ്ങൾക്ക് ലവലേശം പഴുതില്ലാത്ത വിധം അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിലത് നമുക്ക് പരിശോധിക്കാം. ഖുർആനിലെ 4 ഇടങ്ങളിൽ നബി തങ്ങളുടെ യഥാർത്ഥ നാമമായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അവിടെയൊക്കെയും തിരുനബിയുടെ പ്രവാചകത്തെ ഉദ്ഘോഷിക്കുന്ന പ്രമാണങ്ങളാണ് ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അതിലൊന്ന് ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തുൽ ആൽ ഇംറാൻ 144-ാമത്തെ അധ്യായം. വമാ മുഹമ്മദു ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിം റസൂൽ. മുമ്പ് പല പ്രവാചകന്മാരും കഴിഞ്ഞു പോയിട്ടുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകൻ തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ 48-ാം അധ്യായം 29-ാം സൂക്തം ഇപ്രകാരം പറയുന്നു: മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ തിരുദൂതൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിൽ 33-ാം അധ്യായം 40-ാം സൂക്തം ഇങ്ങനെ പറയുന്നു: മാ കാന മുഹമ്മദു അബാ അഹദിൻ മിൻ റിജാലികും വലാകിൻ റസൂലുള്ളാഹി വഖാതമു നബിയൂൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ തിരുദൂതനും അന്ത്യപ്രവാചകനുമാണ്. ഈ അധ്യായത്തിലെ തിരുനബിയുടെ നാമത്തോടൊപ്പം ആ ദൗത്യത്തെ വ്യക്തമായി തന്നെ കാണാം. അധ്യായം 42-ാം സൂക്തം ഇങ്ങനെ കാണാം: വല്ലദീന ആമനു വഅമിലു സ്വാലിഹാതി വആമനു ബിമാ നുസില അലാ മുഹമ്മദിൻ വഹുവ ഹഖ്ഖും മിൻ റബ്ബിഹിം കഫുഅൻഹും സയ്യിഹാതിൻ വസ്ലഹും ബിലോ. വിശുദ്ധ ഖുർആനിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യാഥാർത്ഥ ആരാധനായ രക്ഷിതാവിന്
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരാധിക്കുകയും ചെയ്യുന്നു. ഖുർആനിൽ പറയുന്നു, ഭാവി ശുദ്ധിയാക്കുകയും തെറ്റുകൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ തന്നെ വ്യക്തമായി തന്നെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ സുഹൃത്ത് ഷമീൽ പറഞ്ഞു വെച്ചെടുത്ത് നമുക്ക് തുടങ്ങാം. അതായത് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം അവകാശവാദം അല്ലെന്ന് വ്യക്തമാണ്. എങ്കിലും നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമൂഹിക ഇടപെടലും സാംസ്കാരിക മുന്നേറ്റവും കേവല മാനുഷികമായ പ്രവൃത്തി മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചവർക്ക് വേണ്ടി പറയുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യനാൾ വരെയുള്ളവർക്കെല്ലാമുള്ള പ്രവാചകരാണ്. അത് ഖുർആനീകമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതിനു പുറമെ പൂർവികരായ പണ്ഡിതർ പരിചയപ്പെടുത്തിയ ചില രീതികൾ കൂടി നമുക്ക് ചർച്ചയിൽ കൊണ്ടുവരാം. അതിലൊന്നാണ് മുഅ്ജിസത്ത്. സമൂഹത്തിൽ പ്രവാചകന്മാരെ തിരിച്ചറിയുന്നതിന് അള്ളാഹു നൽകിയ പ്രത്യേകമായ കഴിവാണത്. അഥവാ മനുഷ്യ സഹജമായി സാധ്യമല്ലാത്ത വിധം പ്രവാചകന്മാരിൽ നിന്നും സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ശാസ്ത്രീയമായ ചിന്തകൾക്ക് ഇത്തരം വിഷയങ്ങളിൽ എത്തും പിടിയും കിട്ടണമെന്നില്ല. കാരണം പ്രകൃതിയിൽ അടുക്കും ചിട്ടയുമില്ലാതെ കിടക്കുന്ന കാര്യങ്ങളെ പ്രത്യേകമായി ക്രമീകരിക്കുന്നതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. എന്നാൽ മുഅ്ജിസത്ത് അതിനും അപ്പുറത്താണ്. മനുഷ്യന്റെ ചെറിയ ചിന്താശേഷി കൊണ്ടോ പ്രവൃത്തി പരിചയം കൊണ്ടോ സാധ്യമാകാത്ത കാര്യം ആ വിഷയത്തിൽ പഠന താല്പര്യത്തോടെ നിഷ്പക്ഷമായി നോക്കിക്കാണുന്നവർക്ക് അത് ബോധ്യമാകും. മനുഷ്യ സഹജമായിരുന്നെങ്കിൽ പരിശീലനത്തിലൂടെയെങ്കിലും നേടാൻ കഴിയുമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശീലനത്തിലൂടെയെങ്കിലും നേടാൻ കഴിയുമായിരുന്നു. പ്രവാചകരല്ലാത്തവർക്ക് ഒരു പരിശീലനത്തിലൂടെയും എടുക്കാൻ കഴിയാത്തതാണ് അത്. ചില ഉദാഹരണങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. ഒന്ന്, തിരുനബിയും സഹാബത്തും യാത്രാമധ്യേ വെള്ളം ആവശ്യമായി വന്നപ്പോൾ അവിടുത്തെ കൈവിരലുകളിൽ നിന്ന് വെള്ളം പുറപ്പെട്ട ചരിത്രത്തിൽ കാണാം. ഇത് ശാസ്ത്രീയമായി അന്വേഷിച്ചാൽ മനുഷ്യ സാധ്യതക്കും അപ്പുറത്താണ്. രണ്ട്, അമ്പു തറച്ചിട്ട് പരിഞ്ഞു തൂങ്ങിയ കണ്ണുമായി തിരുനബിയുടെ സമീപം ചെന്നപ്പോൾ അവിടുത്തെ കരങ്ങൾ കൊണ്ട് യഥാസ്ഥാനത്ത് വെച്ച് കൈകൊണ്ട് തടവിയപ്പോൾ പൂർണ്ണ സുഖം പ്രാപിച്ചത് ചരിത്രത്തിൽ കാണാം. ഇത് മനുഷ്യ കഴിവിന്റെയും അപ്പുറത്താണ്. ഇങ്ങനെ മോചിതത്വമായി പ്രവാചകത്വം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം മോചിതത്തുകൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മാൻപേടകൾ സംസാരിക്കുന്നു, മരങ്ങൾ വിളിച്ചിടത്തേക്ക് നടന്നു വരുന്നു, ഇങ്ങനെ ധാരാളം. ഇതെല്ലാം നമ്മോട് പറയുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ തന്നെയാണ് എന്നതാണ്. തിരുനബിയുടെ പ്രവാചകത്വം ഖുർആനിന്റെ വെളിച്ചത്തിൽ പ്രാമാണികമായ ഒരു വിശകലനമാണ് നാം ഇപ്പോൾ കേട്ടത്. എന്നാൽ അതേ വിഷയം തന്നെ ബുദ്ധിപരമായി നമുക്കൊന്ന് വിശകലനം ചെയ്തു നോക്കാം. അവിടുന്ന് കേവലം ഒരു ഗോത്ര നേതാവ് മാത്രമല്ല, മറിച്ച് ലോകം മുഴുവനും സാംസ്കാരികമായി ഉയർത്തിക്കൊണ്ടുവന്ന മഹാനായ ഒരു നേതാവാണ് നബി തങ്ങൾ. അതിൽ ആർക്കും ഒരു സംശയവുമില്ല. എന്നാൽ ഈ സമുദാരണ പ്രവർത്തനങ്ങൾ ഇത്തരമായ രൂപത്തിൽ പൂർത്തീകരിച്ചത് ഒരു ഭൗതിക നേതാവ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് റബ്ബിന്റെ അവസാന പ്രവാചകർ എന്ന വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ടാണ് എന്നത് ആർക്കും മറച്ചു വെക്കാനാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ബുദ്ധിയും തഞ്ചടമുള്ളവർക്ക് അത് ബോധ്യപ്പെടുക തന്നെ ചെയ്യും. ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് വിമർശിക്കുന്ന ചില മുടന്തൻ ന്യായങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതിലൊന്ന്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ലീഡറായി തന്നെ അനുസരിക്കുന്ന ഒരു വലിയ അനുയായികളെ സൃഷ്ടിക്കുക എന്നതായിരുന്നു. സത്യത്തിൽ അങ്ങനെ ഒരു ലക്ഷ്യം നബി തങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ നിലവിലെ രീതിയും തിയറയും ഒന്നും ആകുമായിരുന്നില്ല ഉണ്ടായിരുന്നത്. മറിച്ച് വളരെ ലളിതമായ ഏത് ആസ്വാദനങ്ങളെയും അനുവദിക്കുന്ന രീതി സ്വീകരിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ലല്ലോ. കൃത്യമായ ചില നിയമങ്ങൾ പാലിക്കേണ്ടത് മുസ്ലിമുകൾക്ക് അനിവാര്യമാണ്. അതിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല.